കുറച്ചു നാളത്തേക്ക് ശേഷമാണ് പിൽഗ്രിം ചാപ്റ്ററിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ പിൽഗ്രിം ചാപ്റ്റർ 6-ൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും 41 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വർക്കല ശിവഗിരി മഠത്തെക്കുറിച്ചാണ്. പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീ നാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലമാണ് ശിവഗിരി മഠം. ശ്രീനാരായണ ഗുരു തൻ്റെ അവസാന കാലത്ത് വിശ്രമിക്കാനായി 1904 ഈ കുന്നിന് മുകളിൽ ഒരു ആശ്രമം പണിയുകയുണ്ടായി. 1903 മുതൽ ശ്രീനാരായണ ഗുരു ശിവഗിരി കുന്നുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വൈദിക മഠത്തിലായിരുന്നു ശ്രീനാരായണ ഗുരു തൻ്റെ അവസാന നാളുകൾ ചിലവഴിച്ചിരുന്നത്. ഇതിനുള്ളിൽ ഇന്നും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കട്ടിലും മേശയും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നു. ഒരു ആശ്രമമായി വികസിച്ചതോടുകൂടി ഈ കുന്നിനെ സർക്കാരിൽ നിന്നും ശിവഗിരി മഠത്തിനായി പതിച്ചു നൽകുകയുണ്ടായി. 1904 കർക്കടക വാവുദിവസം കടൽപ്പുറത്തെ ശ്രാദ്ധമുട്ടുന്നതിന് പകരം അനുയായികളെ തൻ്റെ മഠത്തിൽ വന്ന് ചേരുന്നതിനായി ആവശ്യപ്പെടുകയും അവിടെ വെച്ച് പൂർവികർക്കായി ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുകയും അങ്ങനെ തൻ്റെ ശിഷ്യന്മാർക്കും അനുയായികൾക്കും ഒത്തുചേരാനുള്ള ഒരു കേന്ദ്രമായി ആശ്രമം മാറുകയും ചെയ്തു. 1928 സെപ്റ്റംബർ 20 ഈ വൈദിക മഠത്തിൽ വെച്ചാണ് ഗുരുദേവൻ സമാധിയായത്. ഈ പടിക്കെട്ടുകൾ കയറി മുകളിലെത്തുമ്പോൾ ഗുരുദേവൻ സമാധിയടഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായി പണിയെഴുപ്പിച്ച മഹാസമാധി മന്ദിരം കാണാൻ കഴിയും. സമാധി മന്ദിരമാണ് ശിവഗിരിയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സ്ഥലം. ഇവിടെ വന്ന് തൊഴുന്നതിന് വേണ്ടിയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഭക്തർ എത്തുന്നത്. സമാധിയുടെ മുൻപിലുള്ള ഈ പ്ലാവ് ഗുരുദേവൻ നട്ടുവളർത്തിയതാണെന്ന് കരുതപ്പെടുന്നു. ഗുരുദേവനെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്താണ് മഹാസമാധി മന്ദിരം പണിയെഴുപ്പിച്ചിരിക്കുന്നത്. സമാധി മന്ദിരത്തിൻ്റെ പടിക്കെട്ടുകൾ കയറുന്ന വഴിക്ക് നിരവധി വൃക്ഷങ്ങൾ കാണാൻ കഴിയും. ഈ വൃക്ഷങ്ങളിലെല്ലാം ഗുരുദേവൻ പറഞ്ഞ വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1908 ചതയ ദിനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനത്തിൽ ഒരു മഹാസരസ്വതി ക്ഷേത്രത്തിനുള്ള പണി ആരംഭിച്ചു. അതാണ് ഇന്നറിയപ്പെടുന്ന ശാരദാമഠം. 1912 മേടമാസം ശാരദാമഠത്തിലെ മഹാസരസ്വതി പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. നവരാത്രി ദിനത്തിലെ ഒരു പ്രധാന വിദ്യാരംഭ കേന്ദ്രമാണ് ശിവഗിരിയിലെ ശാരദാമഠം. 1933 ജനുവരി 1 ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത്. അന്ന് ആകെ 5 പേർ മാത്രമാണ് തീർത്ഥാടനത്തിന് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനങ്ങൾ ഈ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരെ കൊണ്ട് പ്രസംഗം നടത്തി തീർത്ഥാടനത്തിൽ വരുന്നവർ ശ്രദ്ധിച്ച് കേട്ട് പ്രവൃത്തിയിൽ വരുത്തി ജീവിത വിജയം പ്രാപിക്കണം എന്നായിരുന്നു ശിവഗിരി തീർത്ഥാടനം കൊണ്ട് ഗുരു ഉദ്ദേശിച്ചിരുന്നത്. ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി ഇതനുഷ്ഠിക്കാൻ ഗുരു നിർദ്ദേശിച്ചിരുന്നു. മഞ്ഞ വസ്ത്രം ധരിക്കാൻ നിർദ്ദേശിച്ചിരുന്ന ഗുരു മഞ്ഞ പട്ട്, കോടി വസ്ത്രം എന്നിവ പാടില്ലെന്നും നിർദ്ദേശിച്ചിരുന്നു. ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളവസ്ത്രം മഞ്ഞളിൽ മുക്കി ശുദ്ധി വരുത്തി ഉപയോഗിച്ചാൽ മതിയെന്നും ഗുരു നിർദ്ദേശിച്ചിരുന്നു. തീർത്ഥാടന യാത്ര ആർഭാടരഹിതവും വിനീതവും ഒച്ചപ്പാടില്ലാത്തതുമായിരിക്കണമെന്നും ഈശ്വര സ്തോത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ആയിരിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എല്ലാ വർഷവും ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെ നടക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിൽ ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവിൻ്റെ തത്വത്തിന് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ശ്രീ നാരായണ ധർമ്മസംഘത്തിൻ്റെ ആസ്ഥാനവും ശിവഗിരി തന്നെയാണ്. വർഷത്തിൽ എല്ലാ ദിവസവും ശിവഗിരിയിൽ സന്ദർശകർ ഉണ്ടായിരിക്കും.
ദൂരെ നിന്ന് ട്രെയിനിൽ വരുന്നവർക്ക് വർക്കല ശിവഗിരി എന്ന സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതിയാകും. തിരുവനന്തപുരം സെൻട്രലിൽ വരുന്നവർക്ക് KSRTCയുടെ ശിവഗിരി ബസ്സുകളും അവൈലബിൾ ആണ്. ശിവഗിരി സന്ദർശിക്കുന്നവർക്കുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇതിനടുത്തുള്ള കൗണ്ടറുകളിൽ ലഭ്യമാണ്. ബാങ്കുകൾ, ATM കൗണ്ടറുകൾ, അങ്ങനെ പലവിധ കൗണ്ടറുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ശിവഗിരിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു പുണ്യസ്ഥലത്തിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.